യേശുവേ ആരാധന, യേശുവേ ആരാധന. സങ്കീർത്തന പുസ്തകം അതിന്റെ 25-ാം അധ്യായം 4 മുതൽ നമ്മളൊന്ന് വായിക്കുക. സങ്കീർത്തനം 25-ന്റെ 4 മുതൽ നമുക്കൊന്ന് വായിച്ച് ഇന്നത്തെ വചന ചിന്തയിലേക്ക് നമുക്കൊന്ന് കടന്നു പോകാം. കർത്താവേ, അങ്ങയുടെ മാർഗങ്ങൾ എനിക്ക് മനസ്സിലാക്കി തരണമേ. അങ്ങയുടെ പാതകൾ എന്നെ പഠിപ്പിക്കണമേ. അങ്ങയുടെ സത്യത്തിലേക്ക് എന്നെ നയിക്കണമേ, എന്നെ പഠിപ്പിക്കണമേ. എന്തെന്നാൽ അങ്ങാണല്ലോ എന്നെ രക്ഷിക്കുന്ന ദൈവം. അങ്ങേക്ക് വേണ്ടി ദിവസം മുഴുവൻ ഞാൻ കാത്തിരിക്കുന്നു. സങ്കീർത്തകൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്. എന്താ അവൻ പ്രാർത്ഥിക്കുന്നത്? കർത്താവേ, അങ്ങയുടെ മാർഗങ്ങൾ എനിക്ക് മനസ്സിലാക്കി തരണമേ, അങ്ങയുടെ പാതകൾ എന്നെ പഠിപ്പിക്കണമേ. ഒരു തീരുമാനം ഞാനാണ് എടുക്കുന്നതെങ്കിൽ, ഒരു പ്രവൃത്തി ഞാനാണ് ചെയ്യുന്നതെങ്കിൽ ഒരുപക്ഷെ അതിൽ അപാകതകൾ ഉണ്ടാകാം, കുറവുകൾ ഉണ്ടാകാം. എന്നാൽ കർത്താവാണ് എൻ്റെ മാർഗങ്ങളെ നയിക്കുന്നതെങ്കിൽ, ദൈവമാണ് എന്നെ പഠിപ്പിക്കുന്നതെങ്കിൽ, ദൈവത്തിൻ്റെ സത്യത്തിലായിരിക്കും നമ്മൾ നടക്കുന്നത്. മനുഷ്യൻ്റെ സത്യത്തിലായിരിക്കും നമ്മൾ നടക്കുന്നത്, അല്ല, ദൈവത്തിൻ്റെ സത്യത്തിലായിരിക്കും. നമുക്കൊക്കെ നമ്മളൊരു പുതിയൊരു തീരുമാനം എടുക്കുമ്പോൾ ദൈവത്തിൽ ആശ്രയിക്കും. കർത്താവിനോട് മെസ്സേജ് ചോദിക്കും, ദൈവമേ എന്താണ്, ഞാനിത് ചെയ്യണോ വേണ്ടയോ? ആ മെസ്സേജിൽ എവിടെയെങ്കിലും നമുക്കിപ്പം മെസ്സേജ് മനസ്സിലായില്ല എന്നാൽ പോലും ദൈവം അതിൻ്റെ മേൽ പ്രവർത്തിക്കും. കാരണം മെസ്സേജ് തന്നതാരാ? അതിനുടമസ്ഥൻ കർത്താവ് ആയതുകൊണ്ട് ദൈവം അതിൻ്റെ മേൽ പ്രവർത്തിക്കുക തന്നെ ചെയ്യും. പലപ്പോഴും നമ്മളുടേതായിട്ടുള്ള തീരുമാനം മാനുഷികമാണ്, പലതും തെറ്റും. പക്ഷെ ദൈവമാണ് ഒരു തീരുമാനം എടുക്കുന്നതെങ്കിൽ ആ ദൈവത്തിന്റെ തീരുമാനത്തിന് നമ്മൾ നമ്മെ തന്നെ വിട്ടുകൊടുത്താൽ ഒരു കാര്യം ഉറപ്പാണ്, അത് വിജയിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ടാണ് സങ്കീർത്തനം ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത്, കർത്താവേ, അങ്ങയുടെ മാർഗങ്ങൾ എനിക്ക് മനസ്സിലാക്കി തരണമേ, അങ്ങയുടെ പാതകൾ എന്നെ പഠിപ്പിക്കണമേ. അപ്പൊ ദൈവത്തെ എങ്ങനെയാണ് ആരാധിക്കേണ്ടത്? ആരാണ് ദൈവം? എൻ്റെ ദൈവത്തോട് ഞാൻ എങ്ങനെയാണ് ആത്മാർത്ഥത പുലർത്തേണ്ടത്? ഞാൻ നടക്കുന്ന വഴികൾ ദൈവത്തിൻ്റെ വഴികളാണോ? ഇതെല്ലാം പരിശോധിക്കണമെങ്കിൽ നമുക്കൊരു വഴിയേ ഉള്ളൂ, ദൈവം തന്നെ അത് നമ്മളെ പഠിപ്പിക്കണം. കർത്താവാണ് അത് പഠിപ്പിക്കേണ്ടത്. ദൈവം നേരിട്ട് വന്നിട്ട് നമ്മളൊരു സ്കൂളിൽ ഒരു ക്ലാസ് റൂമിലിരുത്തി ഒരു ബോർഡും ഒരു പേപ്പറും പേനയൊക്കെ വെച്ചിട്ട് നമ്മളെ പഠിപ്പിക്കുമോ? ദൈവം തൻ്റെ പ്രവാചകരിലൂടെ പഴയ നിയമത്തിൽ അനേക കാര്യങ്ങൾ നമ്മളെ പഠിപ്പിച്ചു. എന്നാൽ കാലസമ്പൂർണതയിൽ യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വരികയും അവൻ തന്നെ വളരെ വ്യക്തമായി ദൈവവചനത്തെക്കുറിച്ച്, എന്താണ് ദൈവഹിതം, ആരാണ് ദൈവം, എങ്ങനെയാണ് ദൈവത്തെ ആരാധിക്കേണ്ടത് എന്നുള്ളത് എല്ലാ കാര്യങ്ങളും കർത്താവായ യേശു ക്രിസ്തു നമ്മളെ വ്യക്തമായി പഠിപ്പിച്ചു. പക്ഷെ ഇപ്പോഴും നമ്മൾ അജ്ഞരാ, നമുക്കിപ്പോഴും പല കാര്യങ്ങളും അറിയില്ല, പല കാര്യങ്ങളെക്കുറിച്ചും നമുക്കിപ്പോഴും ഒരു ബോധ്യമില്ല. ലോകത്തിൻ്റെ ബോധ്യം പോലും നമുക്ക് പല മേഖലകളിലും ഇല്ല എന്നുള്ളതാണ് സത്യം. ഹല്ലേലൂയ, യേശുവേ ആരാധന, യേശുവേ ആരാധന. യേശു യഹൂദരെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചു, തൻ്റെ ശിഷ്യരെയും അനേക കാര്യങ്ങൾ പഠിപ്പിച്ചു. പക്ഷെ പഠിപ്പിച്ച എല്ലാ കാര്യങ്ങളും അവർക്ക് മനസ്സിലായോ? എല്ലാവരും ഉൾക്കൊണ്ടോ? എല്ലാവരും സ്വീകരിച്ചോ? പലതും സ്വീകരിച്ചില്ല. ശിഷ്യന്മാർക്ക് പോലും പലതും വളരെ കട്ടിയുള്ള കാര്യങ്ങളായിരുന്നു, എല്ലാം ഒന്നും സ്വീകരിക്കാൻ പറ്റിയില്ല. എന്നാൽ നമ്മൾ ഒരു സുവിശേഷം പ്രസംഗിക്കുമ്പോഴും ഇത് തന്നെയാണ്, നമ്മളെ എല്ലാവരും സ്വീകരിക്കുമെന്ന് വിചാരിച്ചാൽ ഒരിക്കലും സംഭവിക്കത്തില്ല. ഒത്തിരി ആളുകൾ നമ്മളെ കല്ലെറിയാനുണ്ടാകും, എന്നാൽ ഒരു ചെറിയ ഗണം ദൈവത്തിൻ്റെ വചനം ശ്രവിക്കുന്നവരുണ്ടാകും. ഈ കല്ലെറിയുന്നവരെ കണ്ട് നമ്മൾ പിന്മാറി പോയിട്ട് കാര്യമൊന്നുമില്ല. ഒരാത്മാവിന് ദൈവവചനത്തിലേക്ക്, സത്യത്തിലേക്ക് തിരിച്ചുവിടാൻ നമുക്ക് കഴിഞ്ഞാൽ അത് തന്നെ വലിയൊരു അനുഗ്രഹമാണ്. നമുക്ക് വായിക്കാം യോഹന്നാന്റെ സുവിശേഷം അതിൻ്റെ 6-ാം അധ്യായം 42-ാം വാക്യം. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 42-ാം വാക്യം. അവർ പറഞ്ഞു, ഇവൻ ജോസഫിന്റെ മകനായ യേശുവല്ലേ? ഇവന്റെ പിതാവിനെയും മാതാവിനെയും നമുക്കറിഞ്ഞുകൂടെ? പിന്നെ എങ്ങനെയാണ് ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്നു എന്ന് ഇവൻ പറയുന്നത്? യേശു പറഞ്ഞു, ഞാൻ എവിടെ നിന്ന് വരുന്നത്? സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്നിരിക്കുന്നതാ. അപ്പൊ ഭൗതിക കണ്ണുകൊണ്ട്, മനുഷ്യന്റെ കണ്ണുകൊണ്ട് നോക്കിക്കഴിഞ്ഞാൽ യേശുവിന് ഒരു അപ്പനുണ്ട്, ഒരു അമ്മയുണ്ട്. അവിടെയാണ് ഇവിടെ ചോദ്യം വെക്കുന്നത്, ഇവൻ ജോസഫിന്റെ മകനല്ലേ? മറിയല്ലേ ഇവന്റെ അമ്മ? പിന്നെ എങ്ങനെ ഇവൻ സ്വർഗത്തിൽ നിന്നും എന്ന് പറയാൻ സാധിക്കും? ഇന്ന് പലരുടെയും പ്രശ്നം അത് തന്നെയാണ്. അവർ നോക്കുമ്പോൾ യേശുവിനൊരു അപ്പനുണ്ട്, ഒരമ്മയുണ്ട്, അതുകൊണ്ട് ഇവൻ ഭൂമിയിൽ നിന്നാണ് എന്ന് പലരും വിശ്വസിക്കുന്നു, ചിന്തിക്കുന്നു. ഇവിടെ തൊട്ടടുത്ത വാക്യം കൂടി ശ്രദ്ധിച്ചോ. യേശു അവരോട് പറഞ്ഞു, നിങ്ങൾ പരസ്പരം പിറുപിറുക്കേണ്ടതില്ല. എന്നെ അയച്ച പിതാവ് ആകർഷിച്ചാലല്ലാതെ ഒരുവനും എൻ്റെ അടുക്കിലേക്ക് വരാൻ സാധിക്കത്തില്ല. അങ്ങനെ വരുന്നവനെ അന്ത്യദിനത്തിൽ അവനെ ഞാൻ ഉയർപ്പിക്കും. എല്ലാവർക്കും യേശു പറഞ്ഞത് വിശ്വസിക്കാൻ പറ്റുമോ? എല്ലാവർക്കും യേശു പറഞ്ഞത് സ്വീകരിക്കാൻ പറ്റുമോ?
യേശു പറഞ്ഞത് സ്വീകരിക്കണമെങ്കിൽ ഒരു മാനദണ്ഡം കർത്താവ് പറഞ്ഞു. ആ മാനദണ്ഡം എന്താ? അതാണ് നമ്മൾ 43-ാം വാക്യത്തിൽ യേശു അവരോട് പറഞ്ഞു, നിങ്ങൾ പരസ്പരം പെറുപിറുക്കേണ്ടതില്ല, എന്നെ അയച്ച പിതാവ് ആകർഷിച്ചാലല്ലാതെ ഒരുവനും ഞാൻ പറയുന്നത് സ്വീകരിക്കാൻ പറ്റത്തില്ല, അത് മനസ്സിലാക്കാൻ പറ്റത്തില്ല, അത് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. അപ്പൊ ദൈവം പറഞ്ഞത്, യേശു പറഞ്ഞത് ഒരുവന് വിശ്വസിക്കണമെങ്കിൽ എന്തു വേണം? പിതാവ് അവനെ ആകർഷിക്കണം. അപ്പോൾ ഇവിടെ രണ്ട് പ്രശ്നമുണ്ട്. ഒന്ന്, നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത് പിതാവ് ആകർഷിച്ചത് കൊണ്ടാണ്, അല്ലേ? എൻ്റെ കഴിവാണോ? ഞാൻ തീരുമാനിച്ചു ഇവിടെ വന്നിരിക്കുന്നതാണോ? ഓക്കെ, എന്നാൽ പിന്നെ സുവിശേഷം പ്രസംഗിച്ചേക്കാം എന്ന് പെട്ടെന്നൊരു ബോധ്യം തോന്നി നമ്മളിവിടെ വന്നതാണോ? ഒരിക്കലും അല്ല. ദൈവം താൻ തെരഞ്ഞെടുത്ത് വിളിച്ചു കൊണ്ടുവന്ന് നിർത്തിയതാണ്, അല്ലാതെ നമ്മളുടെ തീരുമാനമല്ല. ഇനി നിങ്ങൾ ഓരോരുത്തരും ഈ കസേരയിൽ വന്നിരിക്കുന്നത് നിങ്ങളുടെ തീരുമാനമാണോ? അല്ല, ദൈവത്തിന്റെ തീരുമാനമാ ഇന്ന് ഈ കസേരയിൽ വന്നിരുന്ന് സുവിശേഷം കേൾക്കണം എന്നുള്ളത്. അപ്പോൾ ഓക്കെ, നമ്മളെ തെരഞ്ഞെടുത്ത ദൈവമാണ്. ഇനി ഏതെങ്കിലും ഒരു വ്യക്തി ഇത് മനസ്സിലാക്കുന്നില്ലെങ്കിൽ, ഇത് അറിയുന്നില്ലെങ്കിൽ, അതും അവന്റെ കുഴപ്പമെന്ന് നമുക്ക് പറയാൻ പറ്റും. കാരണം പിതാവ് അവനെ വിളിച്ചില്ല, പിതാവ് അവനെ ആകർഷിച്ചില്ല. അപ്പൊ പിന്നെ നമുക്ക് എങ്ങനെ അവനെ കുറ്റപ്പെടുത്താൻ പറ്റും? ഒരുവൻ ദൈവവചനം സ്വീകരിച്ചു, അവൻ ക്രിസ്തുവിലായി, അവൻ ക്രിസ്തുവിന്റെ കൂടെ നടക്കുന്നു. മറ്റൊരുവൻ ലോകത്തിന്റെ മദ്യപാനത്തിലോ തിന്മയിലോ അങ്ങനെ ഏതെങ്കിലും പ്രവൃത്തിയിൽ നടക്കുന്നു, നമുക്ക് അവനെ കുറ്റപ്പെടുത്താൻ പറ്റുമോ? അല്ല, അവൻ തിരിച്ചു പറയാണ്, എൻ്റെ നിങ്ങൾ ഈ പറയുന്ന വചനം വെച്ച് പിതാവ് എന്നെ ആകർഷിച്ചില്ല, ഞാൻ എന്ത് ചെയ്യും? ഇപ്പം ഞാൻ വരണമെന്ന് തീരുമാനിച്ചാലും എനിക്ക് പറ്റത്തില്ല. അങ്ങനെ ഒരു ഓപ്ഷൻ നമുക്ക് പറയാലോ, അല്ലേ? അല്ല, ഈ വചനം വെച്ചിട്ട് നിങ്ങൾ വായിച്ചു നോക്കിയേ, ആ 43-ാം വാക്യം വായിച്ചു നോക്കി. യേശു അവരോട് പറഞ്ഞു, നിങ്ങൾ പരസ്പരം പെറുപിറുത്തിട്ടൊന്നും കാര്യമൊന്നുമില്ല, എന്നെ അയച്ച പിതാവ് ആകർഷിച്ചാലല്ലാതെ ഒരുവനും എൻ്റെ അടുക്കിലേക്ക് വരാൻ സാധിക്കുന്നില്ല. സുവിശേഷത്തിന് മുൻപിൽ അത് മനസ്സിലാക്കാൻ, അത് സ്വീകരിക്കാൻ ഒരുവനും സാധിക്കത്തില്ല. അപ്പോൾ ഒരുവനത് സാധിക്കണമെങ്കിൽ പിതാവ് ആകർഷിച്ചേ മതിയാകൂ എന്ന് പറയുക. അപ്പോൾ നമ്മളിങ്ങനെ ചിന്തിച്ചു നോക്ക്, കുറച്ച് പേര് ഇപ്പം ഇതേ ബൈബിൾ വെച്ചിട്ട് തന്നെ കുറച്ച് പേര് യഹോവ വിറ്റ്നസ് ആണ്, അല്ലേ? യഹോവ സാക്ഷികളാണ്. അവർ പറയുന്നത് യേശു ദൈവമല്ല എന്ന് പറയുന്നു. വീണ്ടും കുറച്ച് പേര് പറയുന്നു യേശു ഒരു പ്രവാചകൻ മാത്രമാണ്. അങ്ങനെ വിശ്വസിക്കുന്നവരുണ്ട്. എന്നാൽ ട്രിനിറ്റിയിൽ വിശ്വസിക്കുന്നു, യേശു ദൈവം തന്നെയാണ് എന്ന് വിശ്വസിക്കുന്നു. കുറച്ച് പേര് പറയുന്നത് അല്ല, വണ്ണസ് ആണ്, അതാണ് ശരി എന്ന് പറയുന്നു. വേറെ കുറച്ച് പേര് വേറെ കുറേ കാര്യങ്ങൾ പറയുന്നു. ഇങ്ങനെ ഇതേ ബൈബിളിൽ വെച്ച് തന്നെ പലവിധ ആളുകൾ പല രീതിയിൽ വ്യാഖ്യാനിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്നു. ഇതൊന്നും വിശ്വസിക്കാത്ത വേറെ കുറേ ആളുകൾ, അവരെ വിഗ്രഹങ്ങളെ ആരാധിക്കുന്നവരുണ്ട്, ഏകദൈവ ആരാധനയാണെന്ന് പറഞ്ഞ് ദൈവമല്ലാത്തതിനെ ആരാധിക്കുന്നവരുണ്ട്, വിഗ്രഹത്തെ ആരാധിക്കുന്നവരുണ്ട്, കല്ലിനെ ആരാധിക്കുന്നവരുണ്ട്. ഇങ്ങനെയുള്ള എല്ലാ കാറ്റഗറീസും നമ്മുടെ ചുറ്റും കാണുക. അപ്പം ഇവരൊന്നും വരാത്തതിൻ്റെ കാരണം എന്താ? പിതാവ് ആകർഷിച്ചിട്ടില്ല. അപ്പം നമുക്ക് എങ്ങനെ അവരെ കുറ്റപ്പെടുത്താൻ പറ്റും? നമുക്കെങ്ങനെ അവരെ കുറ്റപ്പെടുത്താൻ പറ്റും? യേശു അടുത്ത വചനം കൂടി അതിൻ്റെ കൂടെ പറയുക, 45-ാം വാക്യം, അതുകൂടി നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ, അവരെല്ലാവരും ദൈവത്താൽ പഠിപ്പിക്കപ്പെട്ടവരാകുമെന്ന് പ്രവാചക ഗ്രന്ഥങ്ങളിൽ എഴുതപ്പെട്ടിരിക്കുന്നു. പ്രവാചക ഗ്രന്ഥങ്ങളിൽ എഴുതപ്പെട്ടിരിക്കുന്ന ഒരു കാര്യം യേശു ഉദ്ധരിക്കുക. എന്ത്? ദൈവവചനത്തിൽ, പഴയ നിയമത്തിൽ പ്രവാചകന്മാർ എഴുതിയിരിക്കുന്ന ഒരു കാര്യം യേശു എടുത്തു പറയുകയാണ്. ആ കാര്യം എന്താണ്? അവരെല്ലാവരും ദൈവത്താൽ പഠിപ്പിക്കപ്പെട്ടവരാകുമെന്ന് പ്രവാചക ഗ്രന്ഥങ്ങളിൽ എഴുതപ്പെട്ടിരിക്കുന്നു. എഴുതപ്പെട്ടിരിക്കുന്നു. പിതാവിൽ നിന്ന് ശ്രവിക്കുകയും പഠിക്കുകയും ചെയ്തവരെല്ലാം എന്റെ അടുക്കൽ വരുന്നു. നിങ്ങൾ ശ്രദ്ധിക്കുക, ദൈവം കർത്താവ് പറയുക, എല്ലാവരും, സകലരും ദൈവപിതാവിനാൽ പഠിപ്പിക്കപ്പെടും. ദൈവപിതാവിനാൽ സകലരും പഠിപ്പിക്കപ്പെടും. അങ്ങനെ പഠിപ്പിക്കുന്ന ഒരു തലവും ഉണ്ട് എന്ന് കർത്താവ് പറയുക. ഇതെങ്ങനെയായിരിക്കും ദൈവപിതാവിനാൽ നമ്മളെ പഠിപ്പിക്കുന്നത്? ദൈവപിതാവ് നമ്മളെ എങ്ങനെ പഠിപ്പിക്കുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ബോർഡും ഒരു പേപ്പറും പേനയൊക്കെ എടുത്തിട്ട് ദൈവപിതാവ് ഇവിടെ വന്നിരുന്ന് പഠിപ്പിക്കുമോ നമ്മളെ? ബൈബിൾ അവർ വായിച്ചിട്ടുമില്ല, അവർക്ക് ബൈബിളും അറിയില്ല, പിതാവോട്ട് ആകർഷിച്ചിട്ടുമില്ല. എന്നാൽ ദൈവം പറയുകയാണ്, സകലരും ദൈവപിതാവിനാൽ തന്നെ പഠിപ്പിക്കപ്പെടും എന്ന് വ്യക്തമായിട്ട് അവരെല്ലാം ദൈവത്താൽ പഠിപ്പിക്കപ്പെട്ടവരാകും എന്ന് പ്രവാചക ഗ്രന്ഥങ്ങളിൽ, പഴയ നിയമ ഗ്രന്ഥങ്ങളിൽ എഴുതപ്പെട്ടിരിക്കുന്നു എന്ന് പറയുക. എന്നിട്ട് ആ വാക്യം അതിന്റെ താഴെ കൂടി വായിച്ചോ ബ്രദറെ. ആരെങ്കിലും പിതാവിനെ കണ്ടിട്ടുണ്ട് എന്നല്ല ഇതിനർത്ഥം. അല്ല, നമുക്ക് ആ വാക്യം ഒന്നുകൂടി വായിക്കാം. അതായത് ദൈവപിതാവിനാൽ പഠിപ്പിക്കപ്പെടും, ദൈവത്താൽ പഠിപ്പിക്കപ്പെടും എന്ന് പറഞ്ഞിട്ട് അവരെല്ലാവരും ദൈവത്താൽ പഠിപ്പിക്കപ്പെട്ടവരാകുമെന്ന് പ്രവാചക ഗ്രന്ഥങ്ങളിൽ എഴുതപ്പെട്ടിരിക്കുന്നു. പിതാവിൽ നിന്ന് ശ്രവിക്കുകയും പഠിക്കുകയും ചെയ്തവരെല്ലാം എന്റെ അടുക്കൽ വരുന്നു. അപ്പോ ദൈവത്താൽ പഠിപ്പിക്കപ്പെടുകയും പിതാവിൽ നിന്ന് ചിലത് ശ്രവിക്കുകയും ചെയ്തവൻ ആരുടെ മുമ്പിൽ വരും? എന്റെ അടുക്കൽ വരുന്നു. യേശുവിന്റെ മുൻപിൽ വന്നേ പറ്റൂ. യേശുവിന്റെ മുമ്പിൽ വരാതെ ആരെങ്കിലും രക്ഷപ്പെടുമോ?
ആരെങ്കിലും ദൈവത്തെ അറിയൂ? ദൈവത്തെക്കുറിച്ച് ഒരുവൻ പൂർണ്ണമായി വ്യക്തമായി അറിയണമെങ്കിൽ ഒറ്റ വഴിയുള്ളൂ, യേശുവിൻ്റെ മുൻപിൽ വന്നേ പറ്റൂ. അതാണ് യേശു പറഞ്ഞത്, അല്ലേ? ആ വചനം ഒന്നും കൂടി വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പിതാവിനാൽ പഠിപ്പിക്കപ്പെട്ടവരെല്ലാം എൻ്റെ അടുക്കൽ വരുന്നു. ഒരുവൻ പിതാവിനാൽ പഠിപ്പിക്കപ്പെട്ടാലും എൻ്റെ അടുത്ത് വന്നാലേ അവൻ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? രക്ഷ അവനിലേക്ക് കടന്നു വരത്തുള്ളൂ. അപ്പൊ യേശുവിനെ അറിയാതെ യാതൊരു വിധത്തിലും രക്ഷയില്ല. അപ്പോഴും വീണ്ടും നമുക്കൊരു പ്രതിസന്ധിയായി. അപ്പൊ പിതാവ് ആകർഷിച്ചല്ലാതെ യേശുവിൻ്റെ അടുത്തേക്ക് വരാൻ പറ്റത്തില്ല. അപ്പൊ പിതാവ് പഠിപ്പിച്ചാലും യേശുവിൻ്റെ അടുത്ത് വരണം. എടാ, ഞങ്ങൾ എന്ത് ചെയ്യും? പിതാവ് ഒട്ട് ആകർഷിച്ചിട്ടുമില്ല, ഞങ്ങളൊട്ട് ഈ കാര്യം മനസ്സിലാക്കുന്നില്ല. പിന്നെ ഇതെങ്ങനെ മുന്നോട്ട് പോകും? ഇവിടെ ഈ ചെയറിലിരിക്കുന്നവർ മാത്രം ഇത് അറിഞ്ഞാൽ മതിയോ? പോരാ, നമുക്കിത് മനസ്സിലാക്കണം. എങ്ങനെയെങ്കിലും ഈ കാര്യം അറിയണം. ഇതാണ് പ്രവാചക ഗ്രന്ഥങ്ങളിൽ എഴുതിയിരിക്കുന്ന വാക്കുകൾ നമ്മളൊന്ന് പരിശോധിക്കുക. ജെറമിയ പ്രവചനം അതിൻ്റെ 31 അധ്യായം 34 വാക്യം നമ്മളൊന്ന് വായിക്കുക. ജെറമിയ പ്രവചനം 31 അധ്യായം 34 വാക്യം. കർത്താവിനെ അറിയുക എന്ന് ഇനി ആരും സഹോദരനെയോ അയൽക്കാരനെയോ പഠിപ്പിക്കേണ്ടി വരികയില്ല. അവർ വലിപ്പ ചെറുപ്പം എന്നിയെ എല്ലാവരും എന്നെ അറിയുമെന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. ഈ പശ്ചാത്തലം നമുക്കറിയാം. പുതിയ ഉടമ്പടി സ്ഥാപിക്കുന്നതിനെ കുറിച്ച് അവിടെ പറഞ്ഞിരിക്കുന്നത് ജെറമിയ 31 മുതൽ അത് പുതിയ ഉടമ്പടിയെ കുറിച്ചാണ്, സ്ഥാപിക്കുന്നതിനെ കുറിച്ചാണ്. പുതിയ ഉടമ്പടി നമുക്ക് വ്യക്തമായിട്ട് അറിയാം, അത് യേശു ക്രിസ്തുവിൽ സ്ഥാപിക്കപ്പെട്ട പുതിയ ഉടമ്പടിയാണ്. അവന്റെ രക്തത്താൽ സ്ഥാപിക്കപ്പെടുന്ന പുതിയ ഉടമ്പടിയെ കുറിച്ചുള്ള പ്രവചനമാണ്. അപ്പൊ പ്രവചനത്തിൽ അത് നടന്നു കഴിയുമ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യം, കർത്താവിനെ അറിയുക എന്ന് ഇനി ആരും സഹോദരനെയോ എടാ അഖിലേ നീ വന്നേ, നീ കർത്താവിനെ അറിഞ്ഞേ എന്ന് ആരും അഖിലിനോട് പറയണ്ട. എടാ ആൻഡു നീ യേശുവിനൊന്ന് അറിയേ എന്ന് പറയാൻ ആവശ്യമില്ല. അല്ലാതെ തന്നെ ഇവരെല്ലാം അറിയും. ബാക്കി ഒന്നുകൂടി വായിച്ചോ. കർത്താവിനെ അറിയുക എന്ന് ഇനി ആരും സഹോദരനെയോ അയൽക്കാരനെയോ പഠിപ്പിക്കേണ്ടി വരികയില്ല. ആരും പഠിപ്പിക്കേണ്ടി വരികയില്ല. അവർ വലിപ്പ ചെറുപ്പം എന്നിയെ എല്ലാവരും എന്നെ അറിയുമെന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. ഇതേ വാക്യം തന്നെ നമ്മൾ ഹെബ്രായ പുസ്തകം അതിന്റെ 8 അധ്യായം, ഹെബ്രായർക്ക് എഴുതിയ ലേഖനം അതിന്റെ 8 അധ്യായം അതിന്റെ 11 വാക്യം ഇത് തന്നെ എടുത്ത് ഉദ്ധരിക്കുന്നുണ്ട്. അത് അപ്പസ്തോലൻ പറയുമ്പോൾ പുതിയ ഉടമ്പടി സ്ഥാപിച്ചതിന് ശേഷം യേശുക്രിസ്തുവിന്റെ ആ ഉടമ്പടിയിൽ സംഭവിച്ചതായിട്ട് തന്നെയാണ് പറയുന്നത്. നമ്മൾ ആ വാക്യം കൂടി ഒന്ന് വായിക്കാം. 11 വാക്യം. ആരും തന്റെ സഹപൗരനെയോ സഹോദരനെയോ കർത്താവിനെ അറിയുക എന്ന് പറഞ്ഞു പഠിപ്പിക്കേണ്ടതില്ല. എന്തെന്നാൽ അവരിലെ ഏറ്റവും ചെറിയവൻ മുതൽ ഏറ്റവും വലിയവൻ വരെ എല്ലാവരും എന്നെ അറിയും. അപ്പൊ കർത്താവ് പറഞ്ഞത് ഏറ്റവും വലിയവൻ മുതൽ ഏറ്റവും ചെറിയവൻ വരെ യേശുവിനെ അറിയും. ആരും പഠിപ്പിക്കണ്ട. അപ്പൊ നമ്മൾ നേരത്തെ ഒരു കാര്യം പറഞ്ഞു, പിതാവിനാൽ ആകർഷിക്കപ്പെടാതെ വരാൻ പറ്റത്തില്ല. എന്നാൽ കർത്താവ് ഇവിടെ വീണ്ടും അടുത്തൊരു സ്റ്റേറ്റ്മെന്റ് പറയുകയാണ്. എല്ലാവരും വലുപ്പ ചെറുപ്പമെന്നെ, അവൻ ഏത് കുലത്തിൽ പറന്നു, ഏത് വിദ്യാഭ്യാസം, ഏത് സമ്പത്ത്, ഏത് തലം, എന്ത് തന്നെ ആയിക്കൊള്ളട്ടെ, അവൻ ആരെ അറിയും? എന്നെ അറിയും. ആരെ? ദൈവത്തെ അറിയുക തന്നെ ചെയ്യും. നമ്മൾ നോക്കിയേ, നമ്മുടെ ചുറ്റുമുള്ള എല്ലാവരും ദൈവത്തെ അറിഞ്ഞിട്ടുണ്ടോ? എല്ലാവരും അറിഞ്ഞിട്ടുണ്ടോ? നമ്മുടെ അയൽവക്കക്കാര് വേണ്ട, നമ്മുടെ കുടുംബത്തിലുള്ളവരെല്ലാവരും കർത്താവിനെ അറിഞ്ഞിട്ടുണ്ടോ? നമ്മുടെയൊക്കെ പ്രാർത്ഥനയാ, മുട്ടിപ്പായിട്ട് പ്രാർത്ഥനയാ, കർത്താവേ ഈ ദുഷ്ടനായ എൻ്റെ ഭർത്താവ് ഒന്ന് കർത്താവിനെ അറിഞ്ഞിരുന്നെങ്കിൽ, അല്ലേ? അപ്പം അങ്ങനെയാണ് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പലപ്പോഴും അങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്. അപ്പം നമ്മുടെ കുടുംബത്തിൽ പോലും പലരും മാനസാന്തരപ്പെട്ടിട്ടില്ല, അല്ലെങ്കിൽ ക്രിസ്തുവിനെ അറിഞ്ഞിട്ടില്ല. നമ്മളെല്ലാം ആഗ്രഹിക്കുക ദൈവത്തെ അറിയണമേ, ദൈവത്തെ ഇവരെല്ലാവരും ഒന്ന് അറിഞ്ഞിരുന്നെങ്കിൽ. നമ്മളെല്ലാം ആഗ്രഹിക്കുന്നൊരു കാര്യമാണ്. ഇവിടെ കർത്താവ് പറയുക, നീ പറഞ്ഞില്ലെങ്കിലും അറിയും, സകലരും ഇത് അറിയും. എന്താണ് ഈ വചനത്തിൻ്റെ അർത്ഥം? എന്താണ് ദൈവം ഇവിടെ ഉദ്ദേശിക്കുന്നത്? നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും? ദൈവത്തെ എങ്ങനെ അറിയാൻ പറ്റും? നമുക്ക് റോമാലേഖനം 1 അധ്യായം എടുക്കാം. റോമാലേഖനം 1:18 മുതൽ വായിച്ചു. മനുഷ്യരുടെ സകല ദുഷ്ടതയ്ക്കും അനീതിക്കുമെതിരായി ദൈവത്തിന്റെ ക്രോധം ആകാശത്തുനിന്ന് പ്രത്യക്ഷപ്പെടുന്നു. അവർ തങ്ങളുടെ അനീതിയിൽ സത്യത്തെ തളച്ചിടുന്നു. ദൈവത്തെക്കുറിച്ച് അറിയാൻ കഴിയുന്നതൊക്കെ അവർക്ക് വ്യക്തമായി അറിയാം. ദൈവം അവയെല്ലാം അവർക്ക് വെളിപ്പെടുത്തിയിട്ടുമുണ്ട്. ഇവിടെ 3 പ്രധാനപ്പെട്ട വിഷയം പറഞ്ഞിരിക്കുന്നത്. ഒന്ന്, മനുഷ്യന്റെ സകല ദുഷ്ടതയ്ക്കും അനീതിക്കുമെതിരായി ദൈവത്തിന്റെ ക്രോധം ആകാശത്ത് നിന്ന് പ്രത്യക്ഷപ്പെടുന്നു. അതിന്റെ കാരണം പറയാം. അതായത് ദൈവത്തിനൊരു ക്രോധമുണ്ട്, ആ ക്രോധം വരും. അതിന്റെ കാരണം പറയാ, അവർ തങ്ങളുടെ അനീതിയിൽ സത്യത്തെ തളച്ചിടുന്നു. ഏതോ ഒരു സത്യത്തെ അവരെന്ത് ചെയ്യുന്നു? അവഗണിക്കുന്നു. അവർ അതിനെ നോക്കുന്നില്ല, അവർ അതിനെ മാറ്റി നിർത്തുന്നു. എന്നിട്ട് പറയുകയാണ്, ദൈവത്തെക്കുറിച്ച് അറിയാൻ കഴിയുന്നതൊക്കെ അവർക്ക് വ്യക്തമായി അറിയാം, ദൈവം അവയെല്ലാം അവർക്ക് വെളിപ്പെടുത്തിയിട്ടുണ്ട്. അതായത് മനുഷ്യനായ ഒരുവൻ ഈ ഭൂമിയിൽ വന്നാൽ ആ മനുഷ്യന് ദൈവത്തെക്കുറിച്ച് അറിയാനുള്ള കാര്യം അവന് വെളിപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. അടുത്ത വാക്യം വായിച്ചോ.
ലോക സൃഷ്ടി മുതൽ ദൈവത്തിന്റെ അദൃശ്യ പ്രകൃതി, അതായത് അവിടുത്തെ അനന്തശക്തിയും ദൈവത്വവും സൃഷ്ടവസ്തുക്കളിലൂടെ സ്പഷ്ടമായി അറിഞ്ഞിട്ടുണ്ട്. ദൈവം തന്റെ സൃഷ്ടവസ്തുക്കളിൽ തന്നെ ഇതെല്ലാം സ്ഥാപിച്ചു വെച്ചിട്ടുണ്ട്. നമ്മുടെ സ്ഥലത്ത് നമുക്കിപ്പോ ഒരു കുറച്ച് സ്ഥലമുണ്ടെന്ന് നോക്കിയാൽ നിറച്ചു മരങ്ങൾ നിൽക്കുക. നമ്മൾ പുതിയൊരു മരം നടാണെങ്കിൽ എവിടെ കൊണ്ടു നടും? ഈട്ടരുകത്ത് കൊണ്ടു നടും അല്ലേ? കാരണം അത് അപ്പുറത്തവൻ്റെ പറമ്പിൽ പോയി അവിടെ പോയി നിന്ന് കാക്കട്ടെ എന്ന് വിചാരിച്ചിട്ടായിരിക്കും. പലരും അങ്ങനെയല്ലേ, മരങ്ങൾ നടുമ്പോൾ ഈടരുവത്ത് നടും. വേണ്ട, എവിടെയെങ്കിലും നടും, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നട്. ഈ മരത്തിനൊരു പ്രത്യേകതയുണ്ട്. നിങ്ങളൊരു മരം നട്ട് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ മുഴുവൻ ചോലയാണെങ്കിൽ ആ മരം എന്ത് ചെയ്യും? ചോലയില്ലാത്തടത്തേക്ക് അത് തന്നെ ചാഞ്ഞു പോകും. അതിനോട് ആരെങ്കിലും പറഞ്ഞു കൊടുത്തോ, മോനേടാ ഇത് ചോലയില്ലാത്ത സ്ഥലം, കിഴക്കോട്ട് നീ പോയാലേ ഇവിടെ നിന്ന് നിനക്ക് വെയിൽ കിട്ടുള്ളൂ? ആരെങ്കിലും പറഞ്ഞു കൊടുത്തോ? ഒരാളും പറഞ്ഞു കൊടുത്തില്ല. അതിന് സ്വന്തമായിട്ട് അറിയാം, അപ്പുറത്തോട്ട് പോയി ആ വെയിൽ അതിൻ്റെ സൂര്യപ്രകാശം വാങ്ങണമെന്ന് അതിന് വ്യക്തമായിട്ട് അറിയാം. ഇനി അതിൻ്റെ വേരുകൾ എങ്ങോട്ട് യാത്ര ചെയ്യും? എവിടെയാണോ വെള്ളം കിട്ടാൻ സാധ്യത, എവിടെയാണോ വളം കിട്ടുന്നത്, അതിൻ്റെ അടുത്തോട്ട് ഒരു പരിധി വരെയുള്ള ഈ വൃക്ഷങ്ങൾ അതിൻ്റെ വേരുകൾ പടർന്നു വിടാൻ തുടങ്ങും. ഇസ്രായേലിൽ ശരിക്കും പറഞ്ഞാൽ ഇസ്രായേൽ ചരിത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ ഏകദേശം AD 70 ഇസ്രായേൽ തൻ്റെ രാജ്യത്ത് നിന്ന് പുറത്താക്കപ്പെട്ടു. നമ്മൾ വചനത്തിൽ വായിക്കുന്നുണ്ട്, പഴയ നിയമത്തിൽ തേനും പാലും ഒഴുകുന്ന രാജ്യത്തേക്കാണ് ഇസ്രായേൽ ചെന്നത്. പക്ഷേ ഈ രാജ്യം അവർ ഫലപുഷ്ടമാക്കി. ഇസ്രായേലിനെ കുറിച്ച് നമ്മൾ പരിശോധിക്കുമ്പോൾ പഴയ നിയമത്തിൽ മുഴുവൻ തേനും പാലും ഒഴുകുന്ന രാജ്യം തന്നെയായിരുന്നു. പിന്നീട് അങ്ങോട്ട് അനേക ആക്രമണങ്ങൾ നടന്ന് ഇസ്രായേലിനെ മുഴുവൻ തകർത്ത് ഇല്ലാതെയാക്കി, അതിനെ നശിപ്പിച്ച് പിന്നീട് ജനം അവിടെ നിന്ന് പുറത്താക്കപ്പെട്ട് യഹൂദ സമൂഹം അവിടെ നിന്ന് പുറത്തുപോയി. പിന്നെ നമ്മൾ ഇസ്രായേൽ നോക്കുമ്പോൾ ഏകദേശം AD 600 ശേഷം, അതായത് തുർക്കിയുടെയൊക്കെ ആക്രമണത്തിന് ശേഷം, ആ ഇസ്രായേൽ എന്ന് പറയുന്ന സ്ഥലം, ആ ഒരു ഏരിയ പോലും കരിഞ്ഞ് ഉണങ്ങി കല്ലുകളും മുള്ളുകളും മുൾച്ചെടികളുമായി മാറി. ഒരു വൃക്ഷം പോലും അവിടെ ഇല്ലാതെയായി. ഒരു മരുഭൂമിക്ക് സമമായി അത് മാറ്റപ്പെട്ടു. മനുഷ്യൻ അവിടെ ഇല്ല. ഇങ്ങനെ നിൽക്കുമ്പോഴാണ് നമ്മൾ കാണുന്ന AD 1850 ശേഷമാണ് ഈ സയനിസ്റ്റ് പ്രസ്ഥാനം വരികയും അവർ സ്വന്തമായ സ്ഥലം വാങ്ങി തുടങ്ങുകയും പിന്നീട് കിബുട്സുകൾ, യഹൂദർ അവിടെ പോയി താമസിക്കുന്നു. അവർ തന്നെ സ്ഥലങ്ങൾ വാങ്ങി അവിടെ കൃഷി ചെയ്യാൻ തുടങ്ങുന്നു. യാതൊരു വിധത്തിലും ഈ മരുഭൂമിയിൽ കൃഷി ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി. എങ്ങനെ ചെയ്താലും ഒന്നും മുളയ്ക്കാൻ പാടില്ല. എത്ര കഷ്ടപ്പെട്ടാലും സ്ഥലമുണ്ട്, പക്ഷെ കൃഷി ചെയ്യാൻ പറ്റത്തില്ല. അവർ അന്നെടുത്തൊരു തീരുമാനമുണ്ട്. കിബുട്സുകളായിട്ട്, അതായത് കുറച്ച് കുടുംബങ്ങൾ, ചിലപ്പോൾ 5 കുടുംബം, ചിലപ്പോൾ 10 കുടുംബം, ഇവർ ഒരുമിച്ച് താമസിക്കും. ഇവരൊരുമിച്ച് താമസിച്ച് ഇത്ര ഏക്കർ സ്ഥലങ്ങളിൽ ഇവരെന്ത് ചെയ്യാൻ തുടങ്ങി? കൃഷി ചെയ്യാൻ തുടങ്ങി. എങ്ങനെ വർഷങ്ങൾ കൃഷി ചെയ്തിട്ടും എല്ലാം നഷ്ടമാണ്. യാതൊരു വിധത്തിലും കാര്യങ്ങൾ നടക്കുന്നില്ല. ഇങ്ങനെ വന്നപ്പോൾ അവരുടെ തലയിൽ ഉദിച്ച ഒരു പ്രധാനപ്പെട്ട വിഷയമായിരുന്നു, ഇവിടെ പച്ചപ്പ് വീണ്ടും വരണം, വൃക്ഷങ്ങൾ നട്ടുപിടിപ്പിക്കണം. അപ്പോൾ വൃക്ഷം വെറുതെ നട്ടുപിടിപ്പിച്ചാൽ ഇത് വളരുമോ? അതിന് വെള്ളം വേണം. എത്ര വെള്ളം ഒഴിച്ചു കൊടുത്താലും, ഈ മരുഭൂമിയിൽ വെള്ളം ഒഴിച്ചു കൊടുത്താലുള്ള അവസ്ഥ എന്താ? നിൽക്കുമോ? ഏതെങ്കിലും രീതിയിൽ അത് മുളച്ചു പൊന്തുമോ? അതും നടക്കില്ല. പെട്ടെന്നത് കരിഞ്ഞുണങ്ങിപ്പോകും. ഇത് ആ വൃക്ഷത്തിന് കിട്ടില്ല. പെട്ടെന്നത് വേപ്പറായി പോകും. അവിടെ ഇസ്രായേൽ കണ്ടുപിടിച്ച ഒരു രീതിയാണ്, മണ്ണ് കൊണ്ട് അവർ വലിയ കുടങ്ങൾ ഉണ്ടാക്കി. നമ്മൾ ഇന്ന് കാണുന്ന ഒരാൾക്കൊക്കെ കയറിയിരിക്കാൻ പറ്റുന്ന വലിയ കുടങ്ങൾ ഉണ്ടാക്കി മണ്ണുകൊണ്ട്. എന്നിട്ട് അത് ചുട്ടെടുത്തു. ഈ ചുട്ടെടുത്തിട്ട് ഈ മണ്ണ് കൊണ്ടുള്ള കുടങ്ങൾ വലിയ കുഴികൾ ഉണ്ടാക്കി അവർ കുഴിച്ചിട്ടു. അതിനുശേഷം ഇത്ര ഗ്യാപ്പുകളിൽ ഇങ്ങനെ ഈ മൺകുടങ്ങൾ കുഴിച്ചിട്ടതിന് ശേഷം ഇതിൻ്റെ ഇടയിൽ കൊണ്ടുവന്ന് വൃക്ഷങ്ങൾ വെച്ച് പിടിപ്പിക്കാൻ തുടങ്ങി. ഇതിനിടയിൽ വൃക്ഷങ്ങൾ വെച്ച് പിടിപ്പിച്ചു. ഇവർ രാവിലെ വന്ന് ഈ മൺകുടത്തിൽ മുഴുവൻ വെള്ളം നിറയ്ക്കും. ഈ മൺകുടത്തിൻ്റെ പ്രത്യേകത, അവർക്ക് ഈ കാര്യമായ ഹാർഡായിട്ട് ചുട്ടെടുക്കാത്ത മൺകുടമാണെങ്കിൽ ചെറുതായി എന്ത് ചെയ്യും? ഇത് ലീക്ക് ചെയ്യും. പക്ഷെ ഒറ്റ സമയം തന്നെ മൊത്തം വെള്ളം പോകത്തില്ല. പിന്നെ ഈ മരങ്ങൾ വളർന്നു വരുമ്പോൾ എന്ത് സംഭവിക്കും? ഇതിൻ്റെ വേരുകൾ എവിടേക്ക് വരും? ഈ മൺകുടത്തിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ തുളച്ച് കയറി അപ്പുറത്തേക്കൂടെ പുറത്തു പോകും. ഇപ്പം ഈ മൺകുടത്തിൽ വെള്ളം ഒഴിച്ചാൽ ആർക്ക് കിട്ടും? കൃത്യമായിട്ട് ഈ വൃക്ഷത്തിന് കൃത്യമായി കിട്ടും. ഇങ്ങനെ അവർ പച്ചപ്പുണ്ടാക്കി, ഫ്ലറിഷ്ഡാക്കി, അതായത് ആ ഫലപുഷ്ടമായ ഒരു ഭൂമിയാക്കി മാറ്റി. നമുക്കറിയാം, ഒരു വൃക്ഷം നട്ടാൽ അതിന് വെളിച്ചവും ജലവും തേടി അത് സ്വയം യാത്ര ചെയ്യും. ആരെങ്കിലും അതിനോട് പറഞ്ഞിട്ടാണോ? ആരെങ്കിലും പറഞ്ഞോ? ഇല്ല. കാരണം എന്താ? ദൈവത്തിൻ്റെ ജ്ഞാനം അവൻ്റെ ഉള്ളിൽ തന്നെ ദൈവം നിക്ഷേപിച്ചിട്ടുണ്ട്. ദൈവത്തിൻ്റെ വിസ്ഡം, അറിവ്, ലോകത്തെക്കുറിച്ച് എങ്ങനെ പോകണമെന്ന് എല്ലാം. അതാ പ്രഭാഷകന്റെ പുസ്തകത്തിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ദൈവത്തിൻ്റെ ജ്ഞാനം സകല സൃഷ്ടികളിലും അവൻ നിക്ഷേപിച്ചിരിക്കുന്നു. പ്രഭാഷകന്റെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 4-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, സകല സൃഷ്ടികളിലും അവൻ തൻ്റെ ജ്ഞാനത്തെ പകർന്നു. അപ്പം നമ്മൾ നോക്കുമ്പോൾ ഈ വൃക്ഷങ്ങൾക്ക് പോലും ദൈവത്തിൻ്റെ ജ്ഞാനം പകർന്നിട്ടുണ്ട്. അതിന് പോലും അറിയാം
എങ്ങനെ പോയാൽ ജീവിക്കാൻ പറ്റും? കാരണം ദൈവത്തിൻ്റെ വിസ്റ്റം അവനുണ്ട്. മനുഷ്യനും ദൈവം ഈ വിസ്റ്റം കൊടുത്തിട്ടുണ്ട്. അതാണ് ആ വാക്യത്തിൽ നമ്മൾ വായിച്ചത്. 19-ാം വാക്യം, ദൈവത്തെക്കുറിച്ച് അറിയാൻ കഴിയുന്നതൊക്കെ അവർക്ക് വ്യക്തമായി അറിയാം, ദൈവം അവയെല്ലാം അവർക്ക് വെളിപ്പെടുത്തിയിട്ടുണ്ട്. സൃഷ്ടവസ്തുക്കളോട് നിനക്കറിയാം. ഒരു മരത്തെ കാണുമ്പോൾ അത് തൻ്റെ വിസ്റ്റം കാണിക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് നീ തിരിച്ചറിയണം അത് അവൻ്റെ ദൈവത്തിന് ദൈവമുണ്ട് എന്നുള്ളത് അതിന് തിരിച്ചറിയാൻ പറ്റും. ഇനി വീണ്ടും ഒരു പ്രശ്നമുണ്ട്. ലോകത്തെ ഏത് നിയമവും നമുക്കിപ്പോൾ കാണാൻ പറ്റുന്ന മോറൽ ലോസ് ഉണ്ടല്ലോ. ഇപ്പം ഒരുത്തനെ ഉപദ്രവിക്കരുത് എന്നുള്ളത് ഒരു സ്വാഭാവികമായ നിയമമാണല്ലോ. ഈ നിയമം ആരെങ്കിലും നമ്മളെ പറഞ്ഞു തന്നിട്ടാണോ നമ്മൾ മനസ്സിലാക്കുക? നമ്മുടെ ഉള്ളിൽ തന്നെ ഈ നിയമമില്ലേ? നമ്മുടെ മുമ്പിൽ ഒരുവൻ വരുന്നു, ഒരു പക്ഷേ പ്രതികൂലത്തിൻ്റെ ആ സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം അനുസരിച്ച് ചിലപ്പോൾ നമ്മൾ അവനെ തല്ലുകയോ ഒച്ചയുണ്ടാക്കുകയോ ബഹളയോ എടുക്കുകയോ ചെയ്യും. പക്ഷേ ഈ മനസാക്ഷി എന്ന് പറയുന്ന ഉള്ളവനാണെങ്കിൽ തിരിച്ചു വരുമ്പോൾ ചെയ്യണ്ടായിരുന്നു, പറയണ്ടായിരുന്നു. ഇത് തോന്നാറില്ലേ? ഇത് തോന്നിപ്പിക്കുന്ന എവിടെന്നാ? ഇതെവിടെ വരുന്നേ? നമ്മുടെ ഉള്ളിൽ തന്നെ ഈ നിയമം നിക്ഷേപിച്ചു വെച്ചിട്ടുണ്ട്. ദൈവത്തിൻ്റെ എല്ലാ ലോസും, പ്രകൃതിയുടെ ആകട്ടെ ദൈവത്തിൻ്റെ ആകട്ടെ, നിയമങ്ങൾ സകലതും നമ്മുടെ ഉള്ളിലുണ്ട്. അതാ കർത്താവ് പറഞ്ഞ്, ദൈവത്തെ അറിയുക എന്ന് ആരും ആരോടും പറയണ്ട. കാരണം ദൈവം സ്നേഹമാണ്. ആ സ്നേഹം നിന്റെ ഉള്ളിൽ ദൈവം നിക്ഷേപിച്ചിട്ടുണ്ട്. ആ സ്നേഹം നീ തിരിച്ചറിയുമ്പോൾ നീ ആരെ തിരിച്ചറിയും? ദൈവത്തെ തിരിച്ചറിഞ്ഞേ പറ്റൂ. ഇനിയിപ്പോ നീ സഹോദരനെ വിളിച്ചിട്ട് എടാ നീ ദൈവത്തെ അറിയി എന്ന് പറയണ്ട. കാരണം സ്നേഹം അവൻ്റെ ഉള്ളിൽ നിക്ഷേപിച്ചിട്ടുണ്ട്. ഒരു കുഞ്ഞ് വളർന്നു വരിക, ഒരു ചെറിയൊരു കുഞ്ഞ് ജനിച്ചു. അവൻ ആദ്യം കരയും പാലിന് വേണ്ടി, അവൻ്റെ ആഹാരത്തിന് വേണ്ടി. കുറച്ചുകൂടി വളർന്നു, 2 കാലിൽ നടക്കാറായി. ഈ 2 കാലിൽ നടക്കാറായ മിക്ക കുഞ്ഞുങ്ങളും അവരുടെ കയ്യിലൊരു സാധനം കൊടുത്തു. നമ്മൾ ചോദിച്ചു, മോനെ എനിക്ക് തരൂ എന്ന് ചോദിക്കുമ്പോൾ കുഞ്ഞ് തരും, കുഴപ്പമൊന്നുമില്ല. മിക്ക കുഞ്ഞുങ്ങളും എന്നാ കഴിച്ചോ. ചിലപ്പോൾ അവൻ കടിച്ചിട്ട് നമുക്ക് തരും, തിന്നോ. കാരണം നിഷ്കളങ്കമായ ഭാവമാണ്, അതിനറിയത്തില്ല. അപ്പോൾ കടിച്ചിട്ട് കൊടുക്കാൻ പാടില്ലെന്നും അതിനറിയത്തില്ല. പക്ഷെ ചോദിക്കുമ്പോൾ അവൻ എന്ത് ചെയ്യും? ഈ ബിഹേവ്മെൻറ്റ് എവിടെ നിന്നുണ്ടായി? കൊച്ചിന് ഇങ്ങനത്തെ ഒരു സ്വഭാവം ആ കുഞ്ഞിന് എവിടെ നിന്നുണ്ടായി? അവൻ്റെ ഉള്ളിൽ തന്നെ ഈ ദൈവികമായ നിയമങ്ങൾ കിടക്കുക. അവൻ വളർന്നു വരുമ്പോൾ തന്നെ ഈ കാര്യങ്ങൾ മനസ്സിലാകും. നമ്മൾ നോക്കിയപ്പം ആമസോൺ കാടുകളിൽ ഒരുവൻ ജനിച്ചു വളർന്നു നോക്കിയാൽ നമ്മൾ പണ്ട് കാണുന്ന ഒരു സാധനം ഉണ്ടല്ലോ, മോഗ്ലി അല്ലേ? ഞാൻ ആ പാട്ട് പാടുന്നില്ല, നിങ്ങൾ എന്നെ കളിയാക്കും, വേണ്ട. മോഗ്ലിക്ക് ഒരു പാട്ടുണ്ടായിരുന്നല്ലോ, ഒരു ഇൻട്രോ. ഓക്കെ, അപ്പോൾ ഈ മോഗ്ലിനെ കാണുമ്പോൾ നമുക്കറിയാം അത് കാട്ടിലാണ് ജീവിച്ച കരടിയൊക്കെയാണ് അതിനെ വളർത്തിയെടുത്തത് അല്ലേ? മൃഗങ്ങളാണ്, മൃഗങ്ങളുടെ ഇടയിൽ കിടന്നാണ് ഇത് വളർന്നത്. ഇങ്ങനെ ഒരു കാട്ടിൽ ജീവിക്കുന്ന ഒരു വ്യക്തി തന്നെയാണെങ്കിലും ആ വ്യക്തിക്കും ദൈവമുണ്ട് എന്നൊരു ചിന്ത അവനുണ്ട്. അത് എവിടെ നിന്ന് വന്നേ അല്ലേ? ഇപ്പം മരങ്ങളെ കണ്ടു, അല്ലെങ്കിൽ പ്രകൃതി ശക്തികളെ കണ്ടു, കൊള്ളാം, അതിനൊരു ശക്തി കണ്ടിട്ട് ഇതാണ് എൻ്റെ സൃഷ്ടാവെന്ന് കരുതി ചിലപ്പോൾ അവൻ കുമ്പിടും. നമ്മളൊക്കെ കണ്ടിട്ടില്ലേ, ഈ തമിഴ്നാട്ടിലേക്കും കേരളത്തിന് പുറത്തോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ സകല മരത്തിൻ്റെയും പുറത്തൊരു ചുമന്ന തുണി ചുറ്റി വെച്ചിട്ടുണ്ടാവും. എല്ലായിടത്തും ഉണ്ടാവും ഒരു തുണി. അവരെ സംബന്ധിച്ച് ആ മരം അവർക്ക് ദൈവമാണ്. അവരെ സംബന്ധിച്ച് ഇടിവെട്ട് ദൈവമാണ്, പാമ്പ് ദൈവമാണ്. സകല സൃഷ്ടികളിലും എന്തെങ്കിലും ഒരു പ്രത്യേകത കണ്ട് അത് ദൈവമാണെന്ന് വിചാരിച്ച് അവർ ദൈവത്തെ ആരാധിക്കുക, അല്ലെങ്കിൽ അവരുടെ ദൈവമാണ് അവർക്കത്. അപ്പം ഈ ചിന്ത ആരാ കൊണ്ടുവന്നേ? ഈ ദൈവം എന്ന കോൺസെപ്റ്റ് തന്നെ ആരാ കൊണ്ടുവന്നേ? ഇനി പോട്ടെ, നിരീശ്വരവാദിനെ എടുക്കുക. നിരീശ്വരവാദി എന്ത് ചെയ്യുന്നേ? ദൈവമില്ല എന്ന് അവൻ വിശ്വസിക്കുന്നു. ദൈവമൊന്ന് ഇല്ല. നമ്മൾ പറയുന്നു നമുക്കൊരു ഏക ദൈവമുണ്ട്, നമ്മൾ വിശ്വസിക്കുന്നു. അവൻ പറയും ദൈവമില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവനും വിശ്വാസിയാ യഥാർത്ഥത്തിൽ. ദൈവമില്ല. അവൻ അതിനു വേണ്ടി വാദിക്കുന്നത് പോലും അവനും ഉണ്ടായിരുന്നാ പോരെ, ദൈവമില്ല വേണ്ട കുഴപ്പമില്ല. പക്ഷെ അവൻ ചെയ്യും അത്. അവൻ ഘോരം പ്രസംഗിക്കുക ദൈവമില്ല. കാരണം എന്താ? അത് അവൻ്റെ വിശ്വാസമാണ്. അവന് തന്നെ അറിയാം ദൈവം എവിടെയുണ്ട്. അതാണ് അവൻ പിന്നെയും പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ഏതൊരു വ്യക്തിക്കും ഒരു കാര്യം വളരെ ക്ലിയർ ആണ്, ദൈവത്തെക്കുറിച്ച് അറിയാൻ കഴിയുന്നതെല്ലാം അവനറിയാം. ആരും അവനോട് പറഞ്ഞു കൊടുക്കണ്ട. പക്ഷെ എന്താ പ്രശ്നം എന്നറിയോ? ഒരു പാരമ്പര്യമുണ്ട് നമുക്ക്. എൻ്റെ അപ്പൻ ആരായിരുന്നോ അത് തന്നെയാണ് ഞാനും. ഈ കാര്യത്തിൽ നമുക്ക് യാതൊരുവിധ അപ്ഡേഷനും ഇല്ല. ബാക്കിയെല്ലാം നമ്മൾ അപ്ഡേറ്റ് ചെയ്യും. കർത്താവേ നിന്റെ വഴികളെ എന്നെ പഠിപ്പിക്കണമേ. കാരണം മനുഷ്യനാണ് എന്നെ പഠിപ്പിക്കുന്നതെങ്കിൽ ഞാൻ വഴിതെറ്റും, ഉറപ്പാ. പക്ഷെ ദൈവമാണ് എന്നെ പഠിപ്പിക്കുന്നതെങ്കിൽ ഞാൻ വഴി തെറ്റത്തില്ല. അതുകൊണ്ടാണ് സങ്കീർത്തകൻ പറയുന്നത്, കർത്താവേ എന്നെ അവിടുത്തെ വഴികളെ പഠിപ്പിക്കണമേ. ദൈവം അത് ആഗ്രഹിച്ചത് കൊണ്ടാണ് ദൈവം പറഞ്ഞത്, ഇനി ആരും ആരെയും പഠിപ്പിക്കണ്ട. നിന്റെ ഉള്ളിൽ തന്നെ ദൈവത്തെക്കുറിച്ച് അറിയാൻ കഴിയുന്നത് സകലതും ഞാൻ നിക്ഷേപിച്ചു വെച്ചിരിക്കുക. സകല മേഖലകളും ഞാനത് ചെയ്തു വെച്ചിരിക്കുക. മോനെ അടുത്ത വാക്യം വായിച്ചോ, 20-ാം വാക്യം.
റോമാലേഖനം 1:20 കൂടി വായിച്ചോ. ലോക സൃഷ്ടി മുതൽ ദൈവത്തിന്റെ അദൃശ്യ പ്രകൃതി, അതായത് അവിടുത്തെ അനന്തശക്തിയും ദൈവത്വവും സൃഷ്ടവസ്തുക്കളുടെ സ്പഷ്ടമായി അറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അവർക്ക് ഒഴികഴിവില്ല. പിതാവിനാൽ ആകർഷിക്കപ്പെട്ടിട്ടില്ല എന്ന് നിനക്ക് പറയാൻ പറ്റത്തില്ല. നിനക്ക് ഒഴിവ് കഴിവില്ല. ദൈവത്താൽ ആകർഷിക്കപ്പെടാത്തത് കൊണ്ടാണ് ബ്രദറെ ഞാൻ ആ കസേരയിൽ വന്നിരിക്കാത്തത്. പറ്റത്തില്ല പറയാൻ. കാരണം നിന്റെ ചുറ്റുപാടുകളിലെ സകല കാര്യങ്ങളിലും ദൈവത്തെക്കുറിച്ച്, ദൈവത്തിന്റെ തലത്തെക്കുറിച്ച് കൃത്യമായി നിന്റെ മുൻപിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ആ സൃഷ്ടവസ്തുക്കളിലൂടെ നീ അത് അറിഞ്ഞ് മനസ്സിലാക്കി മുന്നോട്ട് പോയേ പറ്റൂ. യാതൊരു വിധത്തിലും നിനക്കൊരു ഒഴിവ് ഇല്ല. വിശുദ്ധ ബൈബിൾ എഴുതി തുടങ്ങുന്ന ആദ്യത്തെ വചനം ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, ഇൻ ദ ബിഗിനിങ് ഗോഡ് ക്രിയേറ്റഡ് ഹെവൻ ആൻഡ് എർത്ത്. അങ്ങനെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ വായിക്കുന്നത്. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. POSൽ വായിച്ചാൽ അങ്ങനെ വായിക്കുന്നത്. അപ്പോൾ ദൈവം ഇത് സൃഷ്ടിച്ചതിനെ കുറിച്ച് നമ്മൾ കാണുന്ന എല്ലാ സൃഷ്ടവസ്തുക്കൾക്കും എല്ലാത്തിനും ഒരു പ്രത്യേകതയുണ്ട്. ഒരു 3 ഡയമെൻഷനാണ് നമ്മൾ കാണുന്നത്, അല്ലേ? നിങ്ങൾ ഇവിടെ നിന്ന് എന്നെ കാണുമ്പോൾ ഒരു 3 ഡയമെൻഷനിലാണ് കാണുന്നത്. ഞാനും നിങ്ങളും തമ്മിലുള്ള ദൂരവും ഞാനും ഇവരും തമ്മിലുള്ള ദൂരവും ഒക്കെ നിങ്ങൾക്ക് അളക്കാൻ പറ്റും ഏകദേശം നിങ്ങളുടെ കണ്ണിൽ കൂടെ. ഒരു 3 ഡയമെൻഷനാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന സകല കാര്യങ്ങളും. ആണോ അല്ലേ? ആണ്, വ്യക്തമായിട്ട് അങ്ങനെ തന്നെയാണ്. ഈ ഭൂമിയിലെ സകല കാര്യത്തെക്കുറിച്ച് പറയുന്നത് അങ്ങനെ തന്നെയാണ്. ടൈം സ്പേസ് മാറ്റർ, ഒരു 3 ഡയമെൻഷനെ കുറിച്ച് പറഞ്ഞ് ഈ ടൈം സ്പേസ് മാറ്റർ സയൻസ് തന്നെ പറയുന്ന ഒരു കാര്യമാണത്. നമ്മൾ നോക്കിയേ, വിശുദ്ധ ബൈബിൾ എഴുതി തുടങ്ങുന്ന ആദ്യത്തെ വചനം ആദ്യം എഴുതുന്നത് മോശയാണ്, അല്ലേ? മോശ സയൻസ് പഠിച്ചിട്ടുണ്ടോ? മോശയ്ക്ക് എന്തെങ്കിലും സയൻസ് അറിയാമോ? യാതൊരുവിധ സയൻസിനെ കുറിച്ച് ഒരു അർത്ഥതലവും അറിയാത്ത മോശ ദൈവത്തിന്റെ ആത്മാവിൽ ഇങ്ങനെ എഴുതി വെച്ചു, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ആദി, ഇൻ ദ ബിഗിനിങ്. ഇംഗ്ലീഷ് ആദി എന്ന് പറഞ്ഞാൽ ടൈം, അല്ലേ? ആദി എന്ന് പറയുന്ന ടൈം സ്റ്റാർട്ട് ചെയ്യുന്നത്, ഒരു സമയം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ആദിയിൽ എന്ന് പറയുന്ന സംഭവമാണ്. ദൈവം, ആകാശവും ഭൂമിയും രണ്ടും രണ്ടാണ്. ഒന്ന് മാറ്ററാണ്, ഒന്ന് സ്പേസ് ആണ്. അപ്പോൾ ടൈം സ്പേസ് മാറ്റർ എന്ന തിയറി പോലും സ്റ്റാർട്ടപ്പ് ചെയ്തിരിക്കുന്നത് സയൻസ് കണ്ടുപിടിച്ചത് കാലങ്ങൾക്ക് ശേഷമാണെങ്കിൽ ഞങ്ങളുടെ സയൻസിൻ്റെ പിതാവായ മോശ ദൈവത്തിൻ്റെ ആത്മാവിൽ അത് എഴുതി വച്ചിരിക്കുക. ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചത് അവൻ ആദിയിൽ സൃഷ്ടിച്ചു എന്ന് എഴുതി തുടങ്ങിയിട്ടാണ് കാര്യങ്ങൾ താഴോട്ടിങ്ങനെ വെച്ചു പോയിരിക്കുന്നത്. അതുകൊണ്ടാണ് ദൈവം പറഞ്ഞേ, ദൈവത്തെക്കുറിച്ച് അറിയാൻ കഴിയുന്ന സകല കാര്യങ്ങളും നീ സയൻസ് പഠിച്ചാലും, നീ ലോകത്തെ അറിഞ്ഞാലും, നീ ലോകത്തെ നോക്കിയാലും, നീ എന്തിനെ മനസ്സിലാക്കിയാലും പഠിച്ചാലും സകലതും ദൈവം അവന്റെ സൃഷ്ടവസ്തുക്കളിലൂടെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ആ ദൈവത്തെ അറിയാൻ കഴിയുന്ന സകലതും നിനക്കറിയാൻ പറ്റും. അവിടെയാ പിതാവിനെ, പുത്രനെ, പരിശുദ്ധാത്മാവിനെ നമ്മൾ അറിയുന്നത്. ത്രിഏക ദൈവത്തെ നമ്മൾ അറിയുന്നത്. ഈ ദൈവം പിതാവ് വേറെ, പുത്രൻ വേറെ, പരിശുദ്ധാത്മാവ് വേറെ ആയിട്ട് നമ്മൾ കാണുമ്പോഴും, നമ്മൾ ബൈബിളിൽ വായിക്കുമ്പോഴും ആ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഏക ദൈവമാണ് നമ്മൾ തിരിച്ചറിയുന്നത്. അതുകൊണ്ടാണ് യേശു നേരത്തെ നമ്മൾ യോഹന്നാന്റെ സുവിശേഷത്തിൽ വായിച്ചത്, പിതാവിൽ നിന്ന് നീ പഠിച്ചാലും നീ എന്ത് ചെയ്യും? എൻ്റെ അടുത്ത് വരും, കാരണം ഞാനും പിതാവും ഒന്നാണ്. എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു. എന്നിൽ നിന്ന് പഠിക്കുന്നവൻ അത് പിതാവിൽ നിന്ന് പഠിച്ചത്, പിതാവിൽ നിന്ന് പഠിച്ചവൻ എന്നിൽ നിന്നാണ് പഠിച്ചത്. ഞങ്ങൾ ഒരു ദൈവം തന്നെയാണെന്ന് കർത്താവ് നമ്മളെ പഠിപ്പിക്കുക. ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. ഒറ്റ കാര്യം അതിനകത്ത് വ്യത്യാസമുള്ളൂ. കർത്താവിനറിയാം നമ്മുടെ ഹൃദയത്തെ, നമ്മുടെ മാനുഫാക്ചറിങ് പ്രോബ്ലങ്ങളെ ദൈവത്തിന് നന്നായിട്ട് അറിയാം. അങ്ങനെയല്ലേ? ഒരു കാര്യം സൃഷ്ടിക്കുന്നവനായിരിക്കും അതിൻ്റെ കുറവുകൾ കൃത്യമായിട്ട് അറിയാം. നമ്മളൊരു കലം ഉണ്ടാക്കിയാലും എന്ത് സാധനം ഉണ്ടാക്കിയാലും ഈ അമ്മമാർക്ക് ഇതിൻ്റെ ടേസ്റ്റ് കൃത്യമായിട്ട് അറിയാം. കറിയുടെ ഉപ്പ് കൂടിപ്പോയാലും കുറഞ്ഞു പോയാലും കൊള്ളത്തില്ലെങ്കിൽ എല്ലാ കാര്യവും കൃത്യമായിട്ട് അമ്മമാർക്ക് അറിയാം. എന്നാൽ അമ്മ കൊണ്ടുവന്നത് വിളമ്പും നമുക്ക്. ആ കുറവ് മനസ്സിലാക്കിയിട്ട് എന്നിട്ട് അമ്മ ചോദിക്കും, എടാ എന്തെങ്കിലും കുറവുണ്ടെന്ന് നോക്കിയേ, ഉപ്പ് കുറവാന്ന് അല്ലെങ്കിൽ എന്തോ പണി കിട്ടിയെന്ന് അമ്മയ്ക്ക് കൃത്യമായിട്ട് അറിയാം. എന്നാലിത് മിണ്ടൂല, കണ്ണടച്ച് നമ്മളെ കൊണ്ട് അഭിപ്രായം പറയിപ്പിക്കും. ഓ അങ്ങനെയാണോ, നമുക്ക് നാളെ ശരിയാക്കാട്ടോ. കാരണം പണി പെട്ടുപോയി, വീണ് പോയി. അമ്മയ്ക്കറിയാം, കാരണം അത് ഉണ്ടാക്കിയവന് കൃത്യമായിട്ട് എൻ്റെ കുറവ് അറിയാം. എന്നാലും നമ്മൾ അഭിനയിക്കും, എന്തെങ്കിലും കുറവുണ്ടോ എന്ന് ചോദിച്ചു. നമ്മുടെ അമ്മച്ചിമാരൊക്കെ ചിരിക്കുന്നുണ്ട്, കൃത്യമായിട്ട് അത് ചെയ്യാറുള്ളതാ, അല്ലേ? എല്ലാവരും ഇത് ചെയ്യാറുള്ള കാര്യമാണ്. നമ്മുടെ കുറവ് ആർക്കറിയാവുന്ന കൃത്യമായിട്ട്? ഈ മണ്ണിൽ നിന്നുമുള്ള സൃഷ്ടി, ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിൽ ഈ മൺകുടത്തിൽ നിക്ഷേപിച്ചിരിക്കുന്ന ദൈവത്തിന് അറിയാം എൻ്റെ കുറവ്, എൻ്റെ ബലഹീനത, എൻ്റെ പ്രതികൂലങ്ങൾ, എൻ്റെ പ്രശ്നങ്ങൾ, എൻ്റെ സകല കാര്യങ്ങളും അറിയാവുന്നവൻ എൻ്റെ ദൈവം. അതുകൊണ്ടാ അവൻ തൻ്റെ മഹത്വത്തിൽ നിന്നും താഴോട്ടിറങ്ങി എൻ്റെ ഉള്ളിലേക്ക് വരുവാൻ ആഗ്രഹിച്ച് ദൈവം ഭൂമിയിലേക്ക്, യേശു ഈ ഭൂമിയിലേക്ക് വരുന്നത്. എന്നാൽ അവൻ സ്വർഗത്തിൽ നിന്ന് തന്നെയാണ് വരുന്നത്. അവൻ ഭൂമിയുടെയാണോ? അല്ല, ഞാൻ സ്വർഗത്തിൽ നിന്നാണ് വരുന്നത്. കർത്താവ് അത് വ്യക്തമായിട്ട് പറഞ്ഞു. അതാ യോഹന്നാന്റെ സുവിശേഷം 6 നമ്മൾ വായിച്ചത് 42-ാം വാക്യം. ഞാൻ എവിടെ നിന്ന് വരുന്നത്? സ്വർഗത്തിൽ നിന്നാ. ഭൂമിയിൽ നിന്ന് നിങ്ങൾ നോക്കുമ്പോൾ എനിക്കൊരു അപ്പനെയും അമ്മയെയും കാണാം. പക്ഷെ ഞാൻ എവിടെ നിന്ന് വരുന്നത്?
എൻ്റെ സൃഷ്ടി സ്വർഗത്തിൽ നിന്ന്, അല്ലെങ്കിൽ ഞാൻ വരുന്നത്, ഞാൻ ഇങ്ങോട്ട് വന്നത് സ്വർഗത്തിൽ നിന്നാണ്. അവർക്കത് മനസ്സിലാക്കാൻ സാധിച്ചില്ല. അവർ കിടന്ന് വാദിച്ചു, അതെങ്ങനെ ശരിയാവും, നിനക്ക് അപ്പനുണ്ടല്ലോ അമ്മയുണ്ടല്ലോ. കർത്താവ് അതാ ഫിലിപ്പി ലേഖനം പറയുന്നുണ്ട്, അവൻ ദൈവത്തിന്റെ മഹത്വത്തിലായിരുന്നിട്ടും ദൈവത്തിന്റെ സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ തന്നെ തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ചു. കാരണം സൃഷ്ടി, ഈ ഭൂമിയിലുള്ള മനുഷ്യൻ ദാസരൂപത്തിലാണ്. എങ്ങനെയാ അവൻ കിടക്കുന്നത്? വെറും മൺകുടത്തിൽ അവനിരിക്കുന്നത്. ഈ മൺകുടത്തിന്റെ അകത്തോട്ട് വരണമെങ്കിൽ, അവന്റെ അടുത്തോട്ട് ഇറങ്ങി വരണമെങ്കിൽ, അവന്റെ ഉള്ളിൽ വന്ന് വസിക്കണമെങ്കിൽ, അവനെ വിശുദ്ധീകരിക്കണമെങ്കിൽ, അവനെ മഹത്വപ്പെടുത്തണമെങ്കിൽ, അവനെ തിരികെ സ്വർഗത്തിലെത്തിക്കണമെങ്കിൽ ദൈവത്തിന് അത് ചെയ്തേ തീരൂ. അതുകൊണ്ടാണ് ദൈവം ആ പ്രവൃത്തി ചെയ്തത്. നമ്മുടെ കഴിവുകൊണ്ടാണോ? ആണോ? നമുക്ക് എന്തെങ്കിലും പറയാൻ എന്തെങ്കിലും യോഗ്യതയുണ്ടോ? ഇന്ന് ഈ കസേരയിൽ വന്നിരിക്കുന്ന പോലും ദൈവപിതാവ് ആകർഷിച്ചതുകൊണ്ടാണ്. കർത്താവ് നമ്മളെ ഇവിടെ കൊണ്ടുവന്ന് ഇരുത്തിയതാ. നമുക്ക് യാതൊരു വിധത്തിലും പറയാൻ പറ്റത്തില്ല. ഏതോ വഴിക്ക് പോയവനാ നമ്മള്. നമ്മുടെ ജോലിയും ചെയ്ത് നമ്മുടെ ലോകത്തിന്റെ, നമ്മുടെ ചിന്തയിൽ, നമ്മുടേതായിട്ടുള്ള വ്യഗ്രതകളിൽ, ആകുലതകളിൽ നമ്മൾ ഓടിയിടുന്നവരാ. പക്ഷെ എവിടെയോ ജീവിതത്തിന്റെ ഒരു യു-ടേൺ വന്ന് കർത്താവിലേക്ക് നമ്മളെ കൊണ്ടുവന്ന് നിർത്തിയതാ. തികഞ്ഞ മദ്യപാനിയായ എന്നെ, ലോകത്തിന്റെ വഴിപോക്കനായ എന്നെ 13 വർഷം മുൻപ് ഏതോ വഴിയിൽ വെച്ച് തിരിച്ച് ക്രിസ്തുവിന്റെ വഴിയിലേക്ക് എന്നെ കർത്താവ് കൊണ്ടുവന്നതാ. ദൈവം കൊണ്ടുവന്നതാ. എൻ്റെ യാതൊരുവിധ പ്രവൃത്തിയുമല്ല, ദൈവമാ എന്നെ ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയത്. നമുക്ക് ഓരോരുത്തർക്കും അതേ പറയാൻ പറ്റത്തുള്ളൂ. ഞാനല്ല വന്നത്, കർത്താവ് അവൻ്റെ പിതാവിൻ്റെ ആകർഷണത്താൽ നമ്മളവിടെ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുക. നമുക്ക് യാതൊന്നും പറയാനില്ല. കാരണം കർത്താവിന് അറിയാം ആ പ്രവൃത്തി. സൃഷ്ടാവിന് അറിയാം സൃഷ്ടിയുടെ ഏറ്റവും കുറവുകൾ. എൻ്റെ കുറവുകളെല്ലാം അറിയാവുന്നവൻ എൻ്റെ ദൈവമാണ്. നമ്മളിവിടെ വന്നിരിക്കുമ്പോൾ പ്രാർത്ഥിക്കാൻ, ആരാധിക്കാൻ, ദൈവത്തോട് യാചിക്കാൻ വന്നിരിക്കുക. പല കാര്യങ്ങളും നമുക്ക് ദൈവത്തോട് പറയാനില്ലേ? ഇല്ലേ? ഒരു ലിസ്റ്റ് ഉണ്ടല്ലോ നമ്മുടെ കയ്യിൽ. കർത്താവിന് മുമ്പിൽ മാനസാന്തരപ്പെടേണ്ടവരുടെ ലിസ്റ്റ് ഉണ്ട്, സാമ്പത്തിക മേഖല മാറ്റേണ്ട ലിസ്റ്റ് ഉണ്ട്, രോഗങ്ങളുടെ ഒരു ലിസ്റ്റ് ഉണ്ട്, വിദേശ രാജ്യത്തേക്ക് പോകേണ്ട കാര്യങ്ങൾ, അങ്ങനെ കുറേ ലിസ്റ്റുകളുണ്ട് നമുക്ക്. മക്കളുടെയും കൊച്ചുമക്കളുടെയും ആവശ്യങ്ങൾ നടക്കേണ്ട ഒരു 1000കണക്കിന് ലിസ്റ്റ് നമ്മുടെ കയ്യിലുണ്ട്. കർത്താവ് നമ്മളോട് പറയുന്ന ഒറ്റ കാര്യമുള്ളൂ, എടാ നിന്റെ ഉള്ളിലിരിക്കുന്ന എനിക്കിതെല്ലാം അറിയാം. നിന്റെ ഉള്ളിൽ ഞാൻ എൻ്റെ ആത്മാവിനെ നിക്ഷേപിച്ചിരിക്കുക. അതാ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, മൺകുടത്തിലാണ് ദൈവത്തിന്റെ ആത്മാവിനെ നൽകിയിരിക്കുന്നത്. കർത്താവിന് അറിയാം ഇത് താഴെ വീണ് പൊട്ടുന്ന സാധനമാണ്. അതുകൊണ്ട് അതിൻ്റെ ഉള്ളിലിരിക്കുന്നവനെ കുറിച്ച്, നിന്നെ കുറിച്ചും, നിന്റെ ഹൃദയത്തെക്കുറിച്ചും ദൈവത്തിന് അറിയാം. നീ കർത്താവിനോടൊന്ന് പറഞ്ഞാൽ മതി, കർത്താവേ നീ എൻ്റെ ഉള്ളിൽ വരാനുള്ള യോഗ്യത എനിക്കില്ല. എൻ്റെ ഭവനത്തിൽ, ഈ ആലയത്തിലേക്ക് നീ വരാനുള്ള യോഗ്യത എനിക്കില്ല. നിന്റെ യോഗ്യതയാലാ ഇന്ന് എൻ്റെ ഉള്ളിൽ നീ വന്നിരിക്കുന്നത്. എന്നോടൊന്ന് കരുണയുണ്ടാകണമേ. ഇത്രയും പറഞ്ഞാൽ മതി. വലിയ 1000കണക്കിന് വാക്കൊന്നും വേണ്ടെന്നേ, വലിയ കാര്യങ്ങളൊന്നും പറയണ്ട. ദൈവം അത് കേൾക്കും.